ഹായ്, ഞാൻ രാജേഷ്, കെപിനിയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. ഇപ്പോൾ സാധാരണ കസ്റ്റമേഴ്സിന് വരാവുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ വെറ്റ് ക്ലേ പ്രോസസ്സും ഡസ്റ്റ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. ആ പ്രൊഡക്റ്റ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് വളരെ സിമ്പിളാണ്. അതായത് വെറ്റ് ക്ലേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ സാധാരണ ക്ലേ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് വെറ്റ് ക്ലേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഡസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതേ ക്ലേ തന്നെ നമുക്ക് എന്താ വെച്ചാൽ പൗഡർ ആക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റാക്കി മാറ്റും. അപ്പോൾ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡസ്റ്റ് പ്രൊഡക്റ്റ് വരുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഫിനിഷിങ് കൂടുതലായിരിക്കും, സൈസിൻ്റെ പെർഫെക്ഷൻ കൂടുതലാണ് ഡസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വെറ്റ് ക്ലേ പ്രോസസ്സിലാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫിനിഷിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, സൈസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു വരില്ല. ഇതാണ് സാധാരണ ഇത് തമ്മിലുള്ള സിമ്പിളായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ കസ്റ്റമർ രണ്ട് രീതിയിലും നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ചോദിച്ചു വരുന്നുണ്ട്. വെറ്റ് പ്രോസസ്സിലും പ്രൊഡക്റ്റ് പോകുന്നുണ്ട്, ഡസ്റ്റ് പ്രോസസ്സിലും പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. ആക്ച്വലി വെറ്റ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന റൂഫ് ടൈൽസ് ഒക്കെയാണ്, ഷോ വാളിൽ ഉപയോഗിക്കുന്ന ജാളീസ് ഒക്കെയാണ് ഈ വെറ്റ് ക്ലേ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡസ്റ്റ് പ്രൊഡക്റ്റിൽ നമ്മൾ സാധാരണ ഫിനിഷിങ് കൂടിയിട്ടുള്ള സീലിംഗ് ടൈൽസ്, അതുപോലെ തന്നെ കുറച്ചും കൂടി ഫിനിഷിങ്ങിലുള്ള സാധാരണ പാറ്റേൺ വിട്ടിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ടൈൽസ് ഒക്കെയാണ് നമ്മൾ ഡസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി കെപിനിയുടെ പേജ് ഫോളോ ചെയ്യാം.